നമസ്കാരം, DN24 സ്വാഗതം. ഇടമുറിയാതെ പെയ്തിറങ്ങി മണ്ണിനെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന മഴത്തുള്ളികൾ, ആർത്തുല്ലസിച്ചൊഴുകുന്ന പുഴകളും കായലും, കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പിന്റെ സിംഹണി. അതാണ് കേരളത്തിന്റെ മഴക്കാലം. മൺസൂണിൽ കേരളത്തോളം മനോഹരിയായ മറ്റൊരു നാട് ഇല്ലെന്ന് തന്നെ പറയാം. എന്താണ് മൺസൂൺ? ഇത്രമാത്രമാണ് അതിന് കേരളം എന്ന കൊച്ചു ഭൂപ്രദേശത്തിന്റെ കലാ, സാംസ്കാരിക, സാമൂഹിക ജീവിതങ്ങളുമായുള്ള ബന്ധം. മൺസൂൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് തകർത്തു പെയ്യുന്ന മഴയാണ്. എന്നാൽ സാങ്കേതികപരമായി പറയുകയാണെങ്കിൽ മൺസൂൺ എന്നത് കാറ്റിന്റെ ദിശയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് ഒരു സ്ഥലത്തെ കാറ്റിന്റെ ദിശ ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് 120 ഡിഗ്രിയോ അതിൽ കൂടുതലോ തിരിയുമ്പോഴാണ് ആ സ്ഥലത്ത് മൺസൂൺ ക്ലൈമറ്റ് അനുഭവപ്പെടുക. കേരളത്തിന് പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ജൂണിൽ ആരംഭിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം, ഇതിനെ ഇടവപ്പാതി എന്നും പറയുന്നുണ്ട്. മറ്റൊന്ന് തുലാവർഷം. ഇതിൽ ആദ്യത്തേതാണ് മൺസൂൺ. മണ്ണിനും പ്രകൃതിക്കും പുതുജീവൻ നൽകുന്നു എന്നതിലുപരി കേരളത്തിന്റെ കാർഷിക കലണ്ടറിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇടവപ്പാതി. മലയാളികൾക്ക് ഉന്മേഷവും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ആയുർവേദ ചികിത്സകൾ തുടങ്ങുന്നത് ഈ മഴക്കാലത്താണ്. എണ്ണയിട്ട് തിരുമ്മൽ, ഉഴിച്ചിൽ എന്നീ ആയുർവേദ ചികിത്സകൾക്ക് ഏറ്റവും യോജിച്ച സമയം കൂടിയാണ് ഈ മഴക്കാലം. കേരളത്തിലെ സാമ്പത്തിക സ്ഥിരതയുടെ നട്ടെല്ലാണ് ഈ മൺസൂൺ ടൂറിസം. ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, നെഹ്റു ട്രോഫി തുടങ്ങിയവയെല്ലാം നടക്കുന്നത് ഈ മഴക്കാലത്താണ്. ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം മലയാളിയും മൺസൂണും തമ്മിലുള്ള ബന്ധം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമ്മുടെ നാട്ടിലെ നമ്മുടെ കഥകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യൂ.